ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. എല്ലാ മേഖലയിലും നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെങ്കിലും ചെലവ് കുറയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും കെ.എൻ. ബാലഗോപാൽ മീഡിയ വൺ നയതന്ത്രത്തിൽ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമായി കേരളം മുന്നോട്ട് പോവുകയാണ് പല മേഖലകളിലും. അതുകൊണ്ട് ശക്തിപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പ്രഖ്യാപനത്തിലല്ല, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യുന്നതിനുള്ള എല്ലാ നടപടിക്രമവും പാലിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് ഈ സർക്കാർ. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഇന്ത്യയിൽ തന്നെ വളരെ അത്യപൂർവമായ തരത്തിലേക്കുള്ള ക്ഷേമ പദ്ധതികളാണ് കേരളം നടപ്പിലാക്കുന്നത്. ജനങ്ങൾക്ക് സന്തോഷകരമായ കുറച്ചുകൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ മേഖലയിലും തുടരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ബഡ്ജറ്റ് തന്നെയായിരിക്കും. സിബി ജോസഫ് ചേരുന്നു. സിബി, സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് കേന്ദ്രം എത്രത്തോളം ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്നാണ് കെ.എൻ. ബാലഗോപാൽ പറയുന്നത്? ഒപ്പം തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ധന്യ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീഡിയ വണ്ണിന്റെ പ്രത്യേക പരിപാടിയായ നയതന്ത്രത്തിലാണ് ഇന്നിപ്പോൾ കെ.എൻ. ബാലഗോപാൽ മനസ്സ് തുറന്നത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു. കൂടാതെ ഈ മാസം 29-ന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് കൂടിയാണ്. ഈ ബജറ്റ് സ്വാഭാവികമായി ഒരു ജനകീയ ബജറ്റ് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ജനകീയ ബജറ്റ് ആണോ അവതരിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചോദ്യം. എന്തായാലും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ജനങ്ങൾക്ക് സന്തോഷകരമായ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഒരു ജനകീയ ബജറ്റ് തന്നെയായിരിക്കുമെന്നുള്ള സൂചനയും അദ്ദേഹം നൽകുന്നു. അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി വലിയ ഞെരുക്കം ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഇന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് 6000 കോടി രൂപയുടെ കുറവാണ് ഈ ഇത്തരത്തിൽ കേന്ദ്രത്തിൽ ലഭിക്കുന്നതിൽ വെട്ടിച്ചുരുക്കിയിട്ടുള്ളത്. മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ രീതിയിലാണ് സാഹചര്യങ്ങൾ. പ്രത്യേകിച്ച് GST ഉൾപ്പെടെയൊക്കെ കേന്ദ്ര സർക്കാർ വാങ്ങിക്കൊണ്ട് പോയിട്ടും ഈ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് 75% തിരികെ നൽകുമ്പോൾ കേരളത്തിന് വളരെ കുറവ് മാത്രമാണ് തിരികെ നൽകുന്നത്. അങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു സാഹചര്യം, സാമ്പത്തികമായ ബുദ്ധിമുട്ട് കേരളത്തിനുണ്ടാകുന്നു. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ LDF സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അതിനെ ശാക്തീകരിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. അത് പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതി തുടങ്ങി ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ചെറുകിട സംരംഭങ്ങൾക്ക് പോലും ആ മേഖലയിൽ ശക്തി ആർജിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, ഒരു നിയമസഭ തെരഞ്ഞെടുപ്പെടുത്തിരിക്കുമ്പോൾ ആ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ബജറ്റ് എന്ന് പറയുന്നത് ജനകീയമായി ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിൽ ജനകീയമായിരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴത്തെ വാക്കുകളിൽ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കൂടാതെ ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന പല കാര്യങ്ങളും ആ പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 6 മാസം മുമ്പാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ എല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമല്ല, മറിച്ച് 6 മാസത്തോളം ഈ സർക്കാരിന് തന്നെ ആ ഒരു ക്ഷേമ പെൻഷൻ നൽകാൻ കഴിഞ്ഞു എന്ന് തെളിയിച്ച മാസങ്ങൾ കൂടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഒരു സമയത്ത് ബജറ്റിൽ നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പ്രതിപക്ഷം പറയും. പക്ഷേ എങ്കിൽ പോലും 6 മാസം മുമ്പ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ എന്തെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള കാരണം ഈ സർക്കാരിന് അത്തരത്തിലൊരു സാമ്പത്തിക സുസ്ഥിരത ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതേസമയം തന്നെയാണ് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ മാസം 29-നാണ് ബജറ്റ്. ഈ ബജറ്റ് മുന്നോടിയായി സ്വാഭാവികമായും ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന ബജറ്റ് എന്ന് പറയുമ്പോൾ അത് നിയമസഭ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്ന വ്യക്തമായ സൂചനയാണ് കെ.എൻ. ബാലഗോപാൽ ഇന്നിപ്പോൾ നയതന്ത്രത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ധന്യ.